കമൽഹാസൻ സംവിധാനം ചെയ്ത സിനിമകളെക്കുറിച്ച് സംസാരിക്കുകയാണ് താരത്തിന്റെ മകളും നടിയുമായ ശ്രുതി ഹാസൻ. കമൽ സംവിധാനം ചെയ്ത പല സിനിമകളും കാലങ്ങൾക്കപ്പുറം ചർച്ചയാകുന്നവയാണെന്ന് ശ്രുതി പറഞ്ഞു. ഹോളിവുഡ് റിപ്പോർട്ടർ ഇന്ത്യ സംഘടിപ്പിച്ച റൗണ്ട് ടേബിളിൽ സംസാരിക്കുകയായിരുന്നു താരം. അച്ഛൻ സംവിധാനം ചെയ്ത ഹേ റാം അടുത്തിടെ തിയേറ്ററിൽ നിന്ന് കണ്ടു. ഓരോ ഫ്രെയിമും അദ്ദേഹം ഒരുക്കിവെച്ച രീതി അഭിനന്ദനാർഹമാണ്. ഈ അടുത്ത് ആ സിനിമ റിലീസ് ചെയ്തിരുന്നു. ക്യൂബ് തിയേറ്ററിൽ ആ സിനിമ കണ്ടപ്പോഴുള്ള എക്സ്പീരിയൻസ് പറയാൻ വാക്കുകളില്ല. അത്രമാത്രം അത്ഭുതമായിരുന്നു എനിക്ക് ആ സമയത്ത്. ഇന്ന് പലരും ആ സിനിമയെ വാനോളം പ്രശംസിക്കുന്നുണ്ട്. കമൽ സാർ, നിങ്ങൾ എങ്ങനെയാണ് ഈ സിനിമ ഇത്രയും ഗംഭീരമായി ചെയ്തത് എന്നൊക്കെയാണ് എല്ലാവരും ചോദിക്കുന്നത്. എന്നാൽ അന്ന് റിലീസായപ്പോൾ ആരും ആ സിനിമയെ പ്രശംസിച്ചിട്ടില്ലായിരുന്നു. ഇത്രയും സ്വീകാര്യത അന്ന് ലഭിച്ചില്ല, ശ്രുതി ഹാസൻ പറയുന്നു. കമൽഹാസൻ രചനയും സംവിധാനവും നിർവഹിച്ച് 2000 പുറത്തിറങ്ങിയ ചിത്രമാണ് ഹേ റാം. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനവും ഗാന്ധിവധവും പ്രധാന പ്രമേയമായി ഒരുക്കിയ ചിത്രം അന്ന് ബോക്സ് ഓഫീസിൽ പരാജയം നേരിട്ടിരുന്നു. കമൽഹാസനൊപ്പം ബോളിവുഡ് താരം ഷാറൂഖ് ഖാനും ചിത്രത്തിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതുൽ കുൽക്കർണി, റാണി മുഖർജി, വസുന്ധര ദാസ്, അബ്ബാസ് തുടങ്ങിയ വൻ താരനിരയായിരുന്നു ഹേ റാമിൽ അണിനിരന്നത്. കമൽഹാസന്റെ ഉടമസ്ഥതയിലുള്ള രാജ് കമൽ ഫിലിംസാണ് ഹേ റാം നിർമ്മിച്ചത്. 25ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഹേ റാം റിലീസ് ചെയ്തത്. അതേസമയം അഭിനേത്രി എന്ന നിലയിൽ ഈ വർഷം കൂലിയിൽ ശ്രുതി ഹാസൻ ശക്തമായ വേഷം കൈകാര്യം ചെയ്തിരുന്നു. ഗായികയായും ശ്രുതി തന്റെ സാന്നിധ്യമറിയിച്ച വർഷം കൂടിയാണ് 2025. തഗ് ലൈഫിലെ വിൻവെളി നായക, വാരണാസിയിലെ ഗ്ലോബ് ട്രോട്ടർ എന്നീ ഗാനങ്ങൾ ചാർട്ട് ബസ്റ്ററായി മാറി. 2025 തന്നെ സംബന്ധിച്ച് നല്ല വർഷമായിരുന്നെന്നും ശ്രുതി പറയുന്നു.